വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 2 വർഷം തികയുന്നു. 2024 ജൂലൈ 30 പുലർച്ചെയുണ്ടായ ആ മഹാദുരന്തം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ദുരന്തങ്ങളിലൊന്നായി മാറുകയായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 298 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. കാണാതിരുന്ന 32 പേരെ കൂടി പിന്നീട് മരിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചു. മണ്ണും മലവെള്ളവും പാറക്കെട്ടുകളും ചേർന്ന് മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ നിമിഷങ്ങൾക്കകം വിഴുങ്ങി. നൂറുകണക്കിന് ജീവനുകൾ മാത്രമല്ല, അനേകം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആ രാത്രി മണ്ണിനടിയിലായി. ദുരന്തത്തിന് 2 വർഷം പിന്നിടുമ്പോഴും അതിജീവിച്ചവരുടെ മനസ്സിലെ മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. സ്വന്തം വീടും വിലാസവും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾ ഇന്നും ഈ നാടിനെ വേട്ടയാടുകയാണ്. ദുരന്തത്തിൻ്റെ 2ാം വാർഷിക ദിനത്തിൽ പുതുമലയിലെ ഹൃദയഭൂമിയിൽ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ജീവൻ നഷ്ടമായവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നാട് വീണ്ടും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ന് പഴയ ഗ്രാമങ്ങളുടെ അടയാളങ്ങൾ പോലും മിക്കയിടങ്ങളിലും കാണാനില്ല. തകർന്ന കെട്ടിടങ്ങളും ആളൊഴിഞ്ഞ വീടുകളും മാത്രം ദുരന്തത്തിൻ്റെ സാക്ഷികളായി അവശേഷിക്കുന്നു. എന്നിരുന്നാലും ചൂരൽമല പതിയെ അതിജീവനത്തിൻ്റെ പാതയിലൂടെ മുന്നേറുകയാണ്. വേദനകൾക്കിടയിലും ജീവിതത്തിൻ്റെ തിരിച്ചുപിടിക്കാനുള്ള മനുഷ്യരുടെ പോരാട്ടം തുടരുകയാണ്.